യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനി, ഫ്രാൻസ്, സ്പെയിന്, അതുപോലെ തന്നെ നാറ്റോയിൽപ്പെട്ട ഒരുപാട് രാജ്യങ്ങളിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് വീണ്ടും റഷ്യയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ട് അവിടെ അവർക്ക് കണ്ടിന്യൂ ആയിട്ട് നിന്ന് പോകാൻ പറ്റുന്നില്ല? അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്? അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ജർമ്മനിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, എൻ്റെ പേര് ജാസിൻ. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ പലരുടെയും ഒരു ലക്ഷ്യമാണ് ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാനുള്ളത്. അതിലിപ്പോൾ പല ആൾക്കാരും നാറ്റോയിൽപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാവരും ഇപ്പോൾ ഈ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കൂടുതലും കയറി പോകുന്നത്. പിന്നെ സൗത്ത് കൊറിയ, യൂറോപ്പിലേക്ക് പൊതുവെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ ഉണ്ടാകുന്ന വർഗീയ പ്രശ്നങ്ങൾ, അതായത് കറുത്ത വർഗ്ഗക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആക്രമിക്കുക. നമ്മൾ ഈയിടെയായിട്ട് ന്യൂസിലൊക്കെ കേട്ടു, കാനഡയിൽ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചു, അവളെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു പോകുന്നു. UK നല്ല രീതിയിലുള്ള റോബറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്പെയിന്, ഈ രാജ്യങ്ങളിലെ ടാക്സ്, അമിതമായിട്ടുള്ള ടാക്സ്, പിന്നെ ഒരാൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു എമൗണ്ട് ടാക്സ് ആയിട്ട് വരുന്നു. ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന റൂം റെന്റ് എല്ലാം കൂടി കഴിയുമ്പം അവരെ കയ്യിൽ ബാക്കിയാക്കാൻ പറ്റുന്നത് വെറും 20,000 രൂപ, 25,000 രൂപയാണ്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് 20 ലക്ഷം, 25 ലക്ഷം, 18 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ആളുകൾ പോകുന്നത്. പക്ഷെ അവർക്ക് ആ ഒരു വരുമാനം അവിടെ കിട്ടുന്നില്ല. അവരുദ്ദേശിച്ച ആ ഒരു വരുമാനം അവിടെ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് അവിടെ പലതരത്തിലുള്ള വർഗീയ പ്രശ്നങ്ങളും റാസിസ്റ്റ് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അവർക്ക് യാതൊരുത്തിലുള്ള ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങളൊന്നും കിട്ടാത്തത് കാരണം തന്നെയാണ് അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതിനുശേഷം യൂറോപ്പിൽ പോയിട്ടും ന്യൂസിലാൻഡിൽ പോയിട്ടും യൂറോപ്പ് രാജ്യങ്ങളിൽ പോയ ആൾക്കാർ, ന്യൂസിലാൻഡിൽ പോയ ആൾക്കാരും സൗത്ത് കൊറിയയിൽ പോയ ആൾക്കാരും അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ എനിക്കറിയാം. ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്, അവരുടെ എക്സ്പീരിയൻസ് എന്നായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുള്ളത്, ബ്രോ റഷ്യയിലേക്ക് ഒരു വിസ കിട്ടുമോ? റഷ്യയുടെ അവസ്ഥ എന്താണ്? റഷ്യ എന്ന രാജ്യവും ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ എന്തായാലും കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് തന്നെയാണ് വരേണ്ടത്. പക്ഷെ ഇപ്പം റഷ്യയുടെ അവസ്ഥ അങ്ങനെയല്ല. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇന്ത്യൻസിനൊക്കെ റഷ്യയിൽ വളരെയധികം നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. യൂറോപ്പിനേക്കാളും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു രാജ്യമായിരുന്നു റഷ്യ. പക്ഷെ നമ്മളെ ഇന്ത്യൻസ് ഇവിടെ വന്നിട്ട് കാട്ടുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം അപ്പോൾ അതൊക്കെ പോയി, അവിടെ ഇല്ലാതായി. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളതായിട്ടുള്ള ആ ഒരു നാട്ടിലുള്ള കൾച്ചറായിട്ട് ഇവിടെ പോവാതിരിക്കുക. കാരണം മലയാളികളാണ്, നിങ്ങൾക്കറിയാം ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അവിടുത്തെ കൾച്ചർ ഇവിടുത്തെ കൾച്ചറായിട്ട് പെട്ടെന്ന് മാറ്റങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളാണ് മലയാളികൾക്ക് എങ്ങനെ ആ രാജ്യത്ത് പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകാൻ, ഏത് രാജ്യത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാലും ആ രാജ്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി മലയാളികളെ പോലെ കഴിവുള്ള വേറെ രാജ്യക്കാരില്ല. പെട്ടെന്ന് അവിടുത്തെ ഭാഷകൾ പഠിച്ചെടുക്കുക, അതുപോലെ തന്നെ അവിടുത്തെ ആളുകളായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് പോവുക, നല്ല സഹകരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ നല്ല ഒരുപാട് മലയാളികളുണ്ട്. അതുപോലെ തന്നെ ഉടായ്പ പക്ക ഫ്രോഡുകളുണ്ട് കേട്ടോ. പക്ക ഫ്രോഡ് മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ റഷ്യയിലേക്ക് വരാം. നിങ്ങൾ ഓൾവേസ് റഷ്യ ഗവൺമെന്റ് നിങ്ങൾ എപ്പോഴും വെൽക്കം ചെയ്യണം. എപ്പോൾ വേണം നിങ്ങൾക്ക് റഷ്യയിലേക്ക് വരാം. യൂറോപ്പിലേക്ക് പോകുന്ന പോലെ അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും റഷ്യയിലേക്ക് വരാനായിട്ടില്ല. ഇത് ഈസി ആയിട്ട് വരാം. ഇപ്പോൾ ജർമ്മനിയിൽ പോയിട്ടുള്ള ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞിട്ട് റിട്ടേൺ തിരിച്ചു തുടരും. ജർമ്മനി പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജർമ്മനിയിൽ പോകേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് എക്സാം ടെസ്റ്റ് പാസ്സാവണം. അപ്പം 10ൽ 8 മാർക്കൊക്കെ മിനിമം നമുക്ക് അവിടെ പോകാൻ വേണ്ടി നമുക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കണം. പക്ഷെ റഷ്യയിൽ അങ്ങനെയല്ല. നിങ്ങൾ ലാംഗ്വേജ് ഒക്കെ ഇവിടെ വന്നിട്ട് പഠിച്ചാൽ മതി. ഇവിടെ വന്നിട്ട് റഷ്യൻ ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കും. ഒരു റഷ്യൻ ടീച്ചർ പഠിപ്പിക്കും. അതിനുശേഷം ഇവിടെ വന്നിട്ട് പഠിച്ചാൽ നാട്ടിലെങ്ങനെ, നാട്ടിൽ നിന്ന് പഠിച്ച് പാസ്സായിട്ട് ആണ് റഷ്യ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കയറി പോകുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ റഷ്യക്കാർ പൊതുവെ മോസ്റ്റ് ഓഫ് ദ റഷ്യക്കാർ ഇന്ത്യൻസിനടുത്ത് നല്ലൊരു സമീപനമാണ്. പക്ഷെ അത് ദൗർബല്യം മുതലെടുക്കുന്ന ചില മലയാളികളുണ്ട്.
അവർക്കത് ഭാര്യയായിട്ട് വരും, അവർ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. റഷ്യക്കാർ നിങ്ങളോട് ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങളായിട്ട് ലവ് ചെയ്യാണ് ഇതൊക്കെ വിചാരിക്കരുത്. അതുകൊണ്ട് ഓപ്പണായിട്ട് മൈൻഡുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കും. ആ ഒരു രീതിയിൽ മാത്രം, ആ ഒരു കണ്ണിൽ നിങ്ങൾ കാണുക, അല്ലാതെ വേറൊരു രീതിയിൽ നിങ്ങൾ കാണാതിരിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റഷ്യയിലേക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാംഗ്വേജ് പഠിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ലാംഗ്വേജ് അറിഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ബേസിക്കായിട്ട് നിങ്ങൾ നാട്ടിൽ വരുന്നതിന് മുമ്പായിട്ട് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കഷ്ടപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. പിന്നെ അൺസ്കിൽഡ് ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. ഒരു സ്കിൽഡ് ജോബ് വേക്കൻസി ഒന്നും ഇവിടെ അങ്ങനെ കിട്ടത്തില്ല. കാരണം റഷ്യൻ ലാംഗ്വേജ് ഇല്ലാത്ത ആളുകൾക്ക് സ്കിൽഡ് വേക്കൻസി ഒന്നും കിട്ടത്തില്ല. വളരെ റെയറായിട്ട് കമ്പനി ത്രൂ പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ വളരെ റെയറായിട്ട് കിട്ടിയെങ്കിലായി. അല്ലാതെ അൺസ്കിൽഡ് ഭൂരിഭാഗം ആളുകൾക്കൊന്നും ഇവിടെ സ്കിൽഡ് വേക്കൻസി കിട്ടില്ല. ഇവിടെ ഞാൻ ഇന്നേ ഒരു ഇന്ത്യക്കാരൻ ടാക്സി ഡ്രൈവറായിട്ട് വണ്ടി ഓടിക്കുന്നത് ഇതുവരായിട്ട് കണ്ടിട്ടില്ല. കാരണം റഷ്യൻ്റെ റൂൾ അനുസരിച്ചിട്ട് ഇവിടെ 3 വർഷം സാധാരണ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. എന്നിട്ട് പിന്നീടാണ് നമുക്കൊരു ടാക്സി ഡ്രൈവറായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറയാണ്, പക്ഷേ ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഈ രാജ്യങ്ങളിലെ ആൾക്കാരൊക്കെ ഇത് ടാക്സി ഡ്രൈവറൊക്കെ ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ സ്കിൽഡ് ജോബുകൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല. സ്കിൽഡ് ജോബുകൾ അതിൻ്റേതായിട്ടുള്ള കമ്പനികൾ നിങ്ങൾക്ക് അതിന് പെർമിഷൻ തരണം. പൊതുവെ കമ്പനികൾ പെർമിഷൻ കൊടുക്കാറില്ല. സ്കിൽഡ് ജോബുകൾ ഇവിടെ കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ പഠിച്ചെടുത്തിട്ട് പിന്നെ സ്കിൽഡ് ജോബുകൾ ചെയ്യാം. അൺസ്കിൽഡ് ആയിട്ട് വന്നിട്ട് ഇവിടെ ആ ജോലി പഠിച്ചിട്ട് പിന്നെ സ്കില്ലിലേക്ക് മാറാം. അങ്ങനെ അല്ലാതെ വേറൊരു രീതിയിൽ നിങ്ങൾ സ്കില്ല് ജോബ് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേര് ചോദിച്ചതാണ്. അപ്പോൾ ജർമ്മനി, ഈ യൂറോപ്പ് രാജ്യങ്ങൾ, ജർമ്മനിയിൽപ്പെട്ട, അതായത് നാറ്റോയിൽപ്പെട്ട ജർമ്മനി ഒക്കെ ആണെങ്കിലും നല്ല ഒരു റിച്ച് കൺട്രി ആയിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് ദരിദ്രപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് ഒരുപാട് അവിടെ പ്രശ്നങ്ങളൊക്കെ വന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് പോയി. ഇപ്പോൾ എല്ലാവർക്കും റഷ്യയിലേക്ക് വരണം. റഷ്യയിലേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ നല്ല ലാഗിങ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഒരു 5-6 മാസമൊക്കെ വരുന്നുണ്ട് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാനായിട്ട്, ഒരു 3 ഇയർ വിസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ വിസ ബ്ലോക്ക് ആയിട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴും വിസ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്.